അവിടെ ചെന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അവിടെ ലബാസനയിൽ എത്തി. കാര്യം ഇനി നോ ലോങ്ങർ നമ്മൾ ആ ഒരു റീനു ആയിട്ടും ദേവികയായിട്ടും മിന്നു ആയിട്ടും ഒന്നും അങ്ങനെ കാണില്ല. നമ്മൾ ഈവൻ നമ്മുടെ ഒരു ഏറ്റവും പ്രൈവറ്റ് ഫംഗ്ഷനിൽ പോലും വി വിൽ ബി പെർസീവ്ഡ് ആസ് IAS ഓഫീസറാണ്. നമ്മുടെ നാട് പോലെ അല്ലല്ലോ, അങ്ങോട്ടൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ സീസണൽ എഫക്റ്റ് ഭയങ്കരമാണ്. അപ്പൊ എനിക്കൊന്ന് നിങ്ങളുടെ FC തുടങ്ങുമ്പോൾ ഒരു റെയിനി സീസൺ തീർന്നിട്ട് അതിന്റെ തണുപ്പും ഉണ്ടാവും, അടുത്തൊരു ഓട്ടം സീസണിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ പീരീഡും കൂടെയാണ്. ഹോസ്റ്റൽ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വളരെ വെൽ ഡ്രസ്ഡ് ആണെന്ന് പറഞ്ഞു കാര്യം മെസ്സിൽ പോകുമ്പോഴും നമ്മൾ ട്രാക്സിലാണെന്നെങ്കിൽ അവര് ഫുഡ് തരില്ല. മെയിൻലി ഈ പറഞ്ഞ പോലെ നമ്മൾ വി ബിക്കേം ഓഫീസേഴ്സ്. അപ്പൊ ഇനി കുറച്ച് ഷാബി ഡ്രസ്സിംഗ് ഒന്നും പറ്റില്ല. ഓഫീസർ ട്രെയിനിങ് ആകുമ്പോൾ തന്നെ നമുക്കൊരു ശിഷ്ടാചാർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്, അതായത് നമ്മുടെ കോഡ് ഓഫ് കോണ്ടക്ട് എങ്ങനെയാണ്, കോഡ് ഓഫ് ഇതൊക്കെ എങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ സ്പെസിഫൈഡ് ആണ് ഫീമെയിൽ ഓട്ടീസ് ഷുഡ് വെയർ സാരി ഓർ സൽവാർ സ്യൂട്ട്, അല്ലെങ്കിൽ പ്രോപ്പർ ബ്ലേസർ സ്യൂട്ട് ഉണ്ടല്ലോ നമ്മുടെ. അപ്പൊ നമ്മൾ ആദ്യമേ ഡിസൈഡ് ചെയ്തു നമുക്ക് ഡൽഹിയിൽ നിന്ന് മുസൂറി വരെ നമ്മൾ ക്യാബിൽ തന്നെ പോകും എന്നുള്ളത്. അപ്പം നമ്മളിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് അത്യാവശ്യം ഇറങ്ങി ഡാബേന്നൊക്കെ തിന്ന് അങ്ങനെയൊക്കെയാ പോയത്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ലബാസിനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എല്ലാ ആസ്പിറൻസിനോടും ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാര്യം യു ഷുഡ് ബി റിയലി റിയലി റെഡി ഫോർ ഇറ്റ്. അല്ലെങ്കിൽ എന്നെ പോലെ ലബാസിനെ ചെല്ലുമ്പോഴേക്ക് തല ഇറങ്ങി വരും. ഇന്ത്യയില് NPA കഴിഞ്ഞാൽ നാഷണൽ പോലീസ് അക്കാഡമിയും അല്ലെങ്കിൽ IMA പോലെ ഒരു ഫോഴ്സ് ബേസ്ഡ് അക്കാഡമി കഴിഞ്ഞാൽ ഒരു സിവിലിയൻ അക്കാഡമിയിൽ ഏറ്റവും നല്ല സ്പോർട്സ് കോംപ്ലക്സ് ഉള്ള ലബാസിനെ തന്നെ ആയിരിക്കും. അത് ഈ പറഞ്ഞ പോലെ റണ്ണിങ് മുതൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്, പോളോക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ആ ഗ്രൗണ്ട് മുതൽ ഹോഴ്സ് റൈഡിങ് വരെ എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇപ്പൊ റണ്ണിങ്, ബാഡ്മിന്റൺ, സ്കോഷ്, ബില്ലിയാർഡ്സ് ടേബിൾ ഉണ്ട്, ചെസ് ടേബിൾ ഉണ്ട്. വി ആർ അണ്ടർ കോൺസ്റ്റന്റ് സർവൈലൻസ്. അവര് എല്ലായിടത്തും CCTV ഉണ്ട്. ഞാൻ ഒരു കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല ലബാസിനകത്ത്. കാര്യം ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഇന്റിമിഡേറ്റിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. ഹായ് എവ്രിബഡി, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് മിന്നു PM IAS 2021 ബാച്ച് ആൻഡ് കറന്റ്ലി പോസ്റ്റഡ് ഇൻ മഹാരാഷ്ട്ര കേഡർ. വെൽക്കം മാം. താങ്ക് യു. അപ്പൊ ഞാൻ റീനു, ദേവിക. ഹലോ, ഐ ആം മിന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് ലൈഫ് ആഫ്റ്റർ UPSC റിസൾട്ട്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? റിസൾട്ട് വന്നിട്ട് ആ ഒരു 3 months ഒരു റഷ് ഉണ്ടാവില്ല, സകല ഉദ്ഘാടനങ്ങളും അനുമോദനവും. അത് കഴിഞ്ഞ് ലബാസനയുടെ ഒരു ഷോപ്പിംഗ് ഫേസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ആക്ച്വൽ ലബാസനയിലെ റുട്ടീനും. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ചേച്ചിയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? First of all, congratulations. It is such a big feat you have achieved. ഇപ്പൊ ഭയങ്കര തിരക്കായിരിക്കും എനിക്കറിയാം. കാര്യം കുറെ പറഞ്ഞ പോലെ ഉദ്ഘാടനം. പിന്നെ ഞാൻ ആക്ച്വലി വീക്കെൻഡ്സിലാണ് നാട്ടിൽ പോകുന്നത്. ശനിയാഴ്ച ഒരു 5 ഉദ്ഘാടനം, ഒരു 6 അനുമോദനം. ആ ഒരു ഇതൊരു ആക്ച്വലി നല്ല സ്ട്രാറ്റജിയാണ്. കാര്യം എനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ അഡോപ്റ്റ് ചെയ്തിരുന്നായിരുന്നു. ആരൊക്കെയാണ് മെയിൻ ഇങ്ങനെ ഈ പരിപാടി പിടിച്ചു തരുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ എന്റെ അപ്പൻ, എന്റെ അച്ഛനാണ്. ഓക്കെ, എല്ലാം വരുന്ന അച്ഛനാണ്. അച്ഛനെ എല്ലാം ഹാൻഡിൽ ചെയ്യും. ഞാൻ അവസാനമായപ്പോ വീട്ടുകാരുമായിട്ട് കടിയായി. കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ഇനി മേഖലയിൽ എനിക്ക് വേറെ ഒന്നും കണ്ടല്ലോ. ഇപ്പൊ എനിക്കറിയാം ആൾക്കാർ വളരെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര അഭിമാനമായിണ്ടായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസത്തിനകത്ത് ഫിറ്റനാവണ്ടേ. ഒടുവിൽ ഞാനും മമ്മിയോടൊക്കെ പറഞ്ഞു ഇനി വേണ്ട. കാര്യം എനിക്ക് ഈ പറഞ്ഞ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പോലും സമയം ഉണ്ടായിരുന്നു. നമ്മള് എല്ലാ വേദികളിലും ചെന്ന് നമ്മൾ പ്രസംഗിക്കാൻ വേണം. സെയിം തിങ്. ഞാൻ ഒരു ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് പോയി. അവിടെ എന്നോട് ഞാനോട് എത്ര മുട്ട കഴിക്കണമെന്ന് പറയാൻ പറ്റില്ല. നമ്മളിതും ജിമ്മുമായിട്ട് എന്താ ഞാൻ ഒരു കാലഘട്ടത്തിൽ ഫുൾ ലൈബ്രറി ഉദ്ഘാടനമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അലക്ക് എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ പുസ്തകം വായിക്കണം എന്ന് തന്നെയാ പറയുന്നത്. അപ്പം ഈ ടാർഗറ്റഡ് ഓഡിയൻസും ഇറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. എന്റെ നാട്ടുകാരിൽ കുറച്ചുപേരെ വെറുപ്പിക്കേണ്ടി വരും. ആക്ച്വലി യെസ്, ഇത് കല്യാണം പോലെയാ റിസൾട്ട് വരുന്നത്. ഇതിപ്പോ കല്യാണത്തിന് കുറെ പേര് വിളിച്ചില്ല എന്ന് പരാതി പറയില്ലേ, അതുപോലെ ഇത് നേരെ ഉൾട്ടയാണ്. അതായത് വിളിച്ചെടുത്ത് നമ്മൾ ചെന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പരാതി ഉണ്ടാവും. But it is nice. It's a good phase. I was thinking you should really enjoy and try to reach maximum people because നിങ്ങൾ രണ്ടുപേരും നല്ല യങ് ആയിട്ടുള്ള കുട്ടികളാണ്. എസ്പെഷ്യലി യു ആർ വിമൻ ആൻഡ് വി വിൽ നെവർ നോ ഹൂ വി വിൽ ഇൻസ്പയർ ഓൾസോ. അതും ഇതിനാകെ ഉള്ളൊരു പ്ലസ് പോയിന്റ് അതാ. ബാക്കി അല്ലാണ്ട് നമുക്ക് ഭയങ്കര എഫേർട്ടായിട്ട് തോന്നണമെങ്കിലും കുറെ പേർക്കൊക്കെ ഭയങ്കര ഇതായിരിക്കും.
അപ്പൊ ഇനിയുള്ള പ്രോസസ് എന്താ? ഇനി ഇപ്പം ഈ ഒരു ഉദ്ഘാടനം അല്ലാതെ 3 months UPSC ലെവലിൽ എന്തൊക്കെയായിരിക്കും പ്രൊസീജിയർ? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജൂൺ മന്ത് ഒക്കെ ആകുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും. ദേ വിൽ സെൻഡ് us a മെയിൽ. DOPT വിൽ സെൻഡ് us a മെയിൽ. ഇങ്ങനെ ലബാസ്നയ്ക്ക് വരണം, ഇനിയുള്ള ജീവിതം, ഇനിയുള്ള ഒരു 3-4 മാസം അവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേ വിൽ ഇൻവൈറ്റ് us. അപ്പോ അതിനകത്ത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആണ്. ആ നോട്ടിഫിക്കേഷൻ ഇസ് വെരി ഡീറ്റെയിൽഡ്. അതിലകത്ത് ഇങ്ങനെ എങ്ങനെയായിരിക്കും നമ്മുടെ ട്രെയിനിങ്, എത്ര നാളുണ്ടാവും, അതിന്റെ ഒരു ഓവറോൾ സ്കീമാറ്റിക്സും, പിന്നെ നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണം, നമ്മൾ എന്തൊക്കെ ക്യാരി ചെയ്യണം എന്നൊക്കെ ഉള്ള അതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വന്നിട്ട് ഒരു മെയിൽ വരും. അപ്പം അത് കിട്ടുമ്പോഴാണ് അടുത്ത് നമുക്ക് ചൂടടിക്കുന്നത്. കാര്യം ഇപ്പം നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഫ്രീ ആണ്. ഇത്രയും ഹെവി പ്രിപ്പറേഷന് ശേഷം നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള സമയമാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള ഒരു ഇറ്റ് ലൈക്ക് അൺനോൺ ടെറിട്ടറി അല്ലേ. അപ്പം അതിന്റെ ഒരു ഇതുണ്ടാവും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ. മാം ഇത് വന്നു, മെയിൽ വന്നതിന് ശേഷം എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്തു? ഇന്ന സാധനങ്ങൾ വാങ്ങിക്കണം, അതൊക്കെയാണോ മെയിലുള്ളത്? നമ്മള് അന്ന് ആക്ച്വലി CM-ന്റെ പ്രോഗ്രാം കഴിഞ്ഞോ? ഇല്ല. ഓക്കെ. അപ്പൊ കേരളത്തിന്റെ ഗവർണറും CM-ഉം they will host us for the felicitation. അപ്പൊ അന്നേരം നമുക്ക് മനസ്സിലാവും നമ്മുടെ ബാച്ച്മേറ്റ്സ് ആരൊക്കെയാണ്. കാര്യം എല്ലാരും വരും. കാര്യം CM-ന്റെ ഗവർണറുടെ പ്രോഗ്രാം ആകുമ്പോൾ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ എന്ന് വെച്ചാൽ നമ്മൾ റാൻഡം ആയിട്ടേ നമ്മുടെ ബാച്ച്മേറ്റ്സിനെ കാണുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഇറ്റ്സ് ലൈക്ക് എ 1-stop പ്ലേസ്. അപ്പം അവിടെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കും. ചിലപ്പോൾ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഓൾറെഡി ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ ചെയ്തവരുണ്ടാവും നമ്മുടെ കൂടെ. അവർ കുറച്ച് ഇൻപുട്ട് ഒക്കെ നമുക്ക് തരും. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ തുടങ്ങും, എങ്ങനെയാണ് അവിടെ പോയിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ഷോപ്പിംഗ് ഓൺലി. കാര്യം ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർ, അപ്പൊ നമ്മുടെ വാർഡ്രോബ് മൊത്തം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരിക്കും. ആൻഡ് വി ആർ ഗോയിങ് ടു എ പ്ലേസ് വിച്ച് ഇസ് വെരി കോൾഡ്. അപ്പം നമ്മൾ കുറച്ച് നമ്മുടെ കംപ്ലീറ്റ് ഒരു വാർഡ്രോബ് അപ്ഡേഷൻ ആയിരിക്കും നമ്മുടെ. എനിക്കത് പ്രത്യേകിച്ച് വിച്ച് സർവീസ് യു ആർ എക്സ്പെക്ടിങ്? ഫോറിൻ സർവീസ്. ഓക്കെ. അപ്പൊ ഫോറിൻ സർവീസ് ആകുമ്പോൾ പിന്നെ കുറെ കൂടെ ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന എനിക്കൊന്ന് നമ്മുടെ കംപ്ലീറ്റ് ക്ലോത്ത്സിന്റെ ഒരു ഓവർഹോള് വേണ്ടി വരും എന്ന് തോന്നുന്നു. സാരി അങ്ങനെ സാരീസ് ഒന്നും മാത്രമല്ല, ഇപ്പൊ എവറിഥിങ്. ഇപ്പൊ നമുക്ക് ഇപ്പം ഒരു വേഗ് ഐഡിയ പറയാനാണെങ്കിൽ, നമ്മൾ കംപ്ലീറ്റ്ലി ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് ആണല്ലോ. എന്ന് വെച്ചാൽ നമ്മളൊരു 3-4 മാസത്തേക്ക് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ടൂത്ത് ബ്രഷ് മുതല് നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്ന, ഇപ്പം എന്റെ കയ്യിൽ എപ്പോഴും ഒരു ലിസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാല് കോൺസ്റ്റന്റ്ലി ട്രാവൽ ചെയ്യുന്നതായതുകൊണ്ടും ഇങ്ങനെ അവിടെ എവിടെയൊക്കെ പോകണമെന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ഒരു മേക്കപ്പ് കിറ്റ്, ഷവർ കിറ്റ്, എന്താ പറയാ, ബാത്ത് എന്താ എസെൻഷ്യൽസ്, മെഡിസിൻ കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ. അപ്പൊ ഞാനങ്ങനെ ഇതിനു മുമ്പ് അങ്ങനെ ശീലിച്ചിട്ടില്ല. കാര്യം ഞാൻ മോസ്റ്റ്ലി നമ്മളങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പോയി വരുന്നോണ്ട്. ഇതിപ്പോ കുറെ ദൂരം അങ്ങ് പോയി, അതും ഇത്ര ദൂരമാണല്ലോ. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരമുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ കാര്യങ്ങൾ എത്തിപ്പെടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നടത്തേണ്ടി വരും ഇത് കഴിയുമ്പോൾ. എന്തൊക്കെ ഡ്രസ്സുകളാണ് കൊണ്ടുവരേണ്ടതെന്നൊക്കെ മെയിലുണ്ടോ? മോസ്റ്റ്ലി അവര് പറയും. എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഞാൻ മനസ്സിലാക്കുന്ന ഓഗസ്റ്റ് മുതലാണ്. അപ്പൊ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, മാക്സിമം നവംബർ കുറച്ച്. അപ്പം വിച്ച് മീൻസ് ഒരു പീക്ക് റെയിനി ഓട്ടം സീസൺ ആണ്. ഇവിടുത്തെ പോലെ നമ്മുടെ നാട് പോലെ അല്ലല്ലോ. അങ്ങോട്ടൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ സീസണൽ എഫക്റ്റ് ഭയങ്കരമാണ്. അപ്പൊ എനിക്കൊന്ന് നിങ്ങളുടെ FC തുടങ്ങുമ്പോൾ ഒരു റെയിനി സീസൺ തീർന്നിട്ട് അതിന്റെ തണുപ്പും ഉണ്ടാവും, അടുത്തൊരു ഓട്ടം സീസണിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ പീരീഡും കൂടെയാണ്. അപ്പൊ കുറച്ചൊക്കെ വിന്റർ ക്ലോത്ത്സ് കരുതണം എന്ന് അവരും പറയും. അപ്പം നമ്മള് എനിക്കൊന്ന് ആ ഒരു സമയമാകുമ്പോൾ നമ്മളെല്ലാരും കൂടെ ഇങ്ങനെ ഈ പറഞ്ഞില്ലേ വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ ഡെക്കാത്തലൻ പോയി ഷോപ്പ് ചെയ്യുക. കാര്യം ഇവിടെ കുറച്ചുകൂടെ വിന്റർ കിട്ടുന്നത് അങ്ങനത്തെ ഷോപ്സിലൊക്കെയാണ്. അങ്ങനെ കുറച്ച് ഇത് വേണം. മെയിൻലി ഈ പറഞ്ഞ പോലെ നമ്മൾ വി ബിക്കേം ഓഫീസേഴ്സ്. അപ്പൊ ഇനി കുറച്ച് ഷാബി ഡ്രസ്സിംഗ് ഒന്നും പറ്റില്ല എന്നല്ല, നമ്മളൊരു മിക്കവാറും നമ്മളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പൊ നമ്മള് ഓഫീസേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഓഫീസർ ട്രെയിനി എന്നാ പറയാ, OT എന്നാണ് നമ്മൾ. അപ്പൊ ഓഫീസർ ട്രെയിനി ആകുമ്പോൾ തന്നെ നമുക്കൊരു ശിഷ്ടാചാർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. അതായത് നമ്മുടെ കോഡ് ഓഫ് കോണ്ടക്ട് എങ്ങനെയാണ്, കോഡ് ഓഫ് ഇതൊക്കെ എങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ സ്പെസിഫൈഡ് ആണ്, ഫീമെയിൽ OTs ഷുഡ് വെയർ സാരി ഓർ സൽവാർ സ്യൂട്ട്, അല്ലെങ്കിൽ പ്രോപ്പർ ബ്ലേസർ സ്യൂട്ട് ഉണ്ടല്ലോ, നമ്മുടെ പാന്റും സ്യൂട്ടും അങ്ങനത്തെ. അപ്പം നമ്മുടെ മെയിൻലി അതായിരിക്കും, സൽവാർ, സാരി, ബ്ലേസർ സ്യൂട്ട് അങ്ങനെ ഓൾവേസ് പ്രസന്റബിൾ ആയിട്ട് നടക്കണം. യെസ്. അതിപ്പം യെസ്,
കാര്യം ഇത് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് നമ്മളെപ്പോഴും. കാര്യം ഇനി നോ ലോങ്ങർ നമ്മളാരും റീനു ആയിട്ടും ദേവികയായിട്ടും മിന്നു ആയിട്ടും ഒന്നും അങ്ങനെ കാണില്ല. നമ്മൾ ഈവൻ നമ്മുടെ ഒരു ഏറ്റവും പ്രൈവറ്റ് ഫംഗ്ഷനിൽ പോലും വി വിൽ ബി പെർസീവ്ഡ് ആസ് IAS ഓഫീസറാണ്, IFS ഓഫീസറാണ്. ഞാൻ ആക്ച്വലി ലിറ്ററലി കണ്ടിട്ടുണ്ട്. ഞാനൊരു ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു അനക്ഡോട്ട് പറയാം. ഞാൻ പൊതുവെ അത്യാവശ്യം ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ അത്യാവശ്യം നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്ത് പോണം എന്ന് വിചാരിക്കുന്ന ആളാണ്. എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ പോണം എന്ന് വിചാരിക്കും. അപ്പൊ ചില ദിവസങ്ങളിൽ തീരെ മൂടുണ്ടാവില്ല. നമുക്കറിയാലോ, നമുക്ക് അങ്ങനെ ഡ്രസ്സ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. എങ്ങനെയാണെന്നറിയില്ല, അന്നത്തെ ദിവസം തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓഫീസിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്നൊരു ഇപ്പൊ PA ഒക്കെ വന്നിട്ട് പറയും, മാഡം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, MLA ഒക്കെ ഉണ്ട്, അപ്പൊ ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്താൽ നല്ലതായിരിക്കും, മാഡത്തിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോഴാണ് വി റിയലി റിഗ്രറ്റ്. ഇതുകൊണ്ടാണ് നമ്മളെ അക്കാഡമി പറയുന്നത് എപ്പോഴും ബി പ്രസന്റബിൾ പ്രസന്റ്. അന്നേരം ഐ ഫീൽ റിയലി ഷാറ്റേഡ്. നമ്മളൊരു സ്ഥലത്തോട് പോകുമ്പോ അവിടെ IAS കാരി വരുന്നത് ഈ കോലത്തിലാണോ എന്ന് ആൾക്കാരുടെ ആ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബി വെരി പ്രസന്റബിൾ. അപ്പൊ അത് ലബാസിനെ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. അവര് പ്രത്യേകിച്ച് നമ്മുടെ ഡ്രസ്സിംഗ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ ഒരു ബേസിക് ഷോപ്പിംഗ് എല്ലാം മാം ചെയ്തിട്ടാണ് പോയത്. യെസ്. കാര്യം ഇതെല്ലാം ക്യാരി ചെയ്ത് എന്നുവെച്ചാല് ഏത് ഇന്ത്യൻ എയർലൈൻസ് ആണെങ്കിലും 15 കിലോ അലോയേ ഉള്ളൂ. അപ്പൊ അത് കാരണം ഒരു ഹാൻഡ് ബാഗ് അവർ അലോയേ ഉള്ളൂ. സോ ഞാൻ ഷെയർ ചെയ്ത് തരാം എന്റെ ലിസ്റ്റ്. പക്ഷെ ഞാൻ കുറെയൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടാ പോയത്. അപ്പൊ ഞാൻ ചെന്നിട്ട് നമുക്കിപ്പോ റൂമൊക്കെ അലോക്കേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവര് ഞാൻ പാരന്റ്സിനോട് അയച്ചു തരാൻ പറഞ്ഞു. അതല്ലാതെ തന്നെ നമുക്ക് അവിടെയും ഷോപ്പിംഗ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ എല്ലാം ഡെലിവറി ചെയ്യും. മിന്ത്ര, ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാവർക്കും മുസൂറിയിൽ ഡെലിവറി ഉണ്ട്. അപ്പം ഇറ്റ് ഈസ് വെരി സിസ്റ്റമാറ്റിക് ഓൾസോ. കാര്യം നമ്മുടെ കറക്റ്റ് നമുക്ക് കുറെ ഹോസ്റ്റൽസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഹോസ്റ്റൽ അനുസരിച്ച് തന്നെ നമ്മുടെ പാഴ്സൽ ദേ വിൽ കീപ്പ് ആൻഡ് എവറിഥിങ്. സോ അങ്ങനെ അവിടെ ചെന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ ലബാസനയിൽ എത്തി. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് എന്താ പറയാ, നമ്മളിപ്പം ഞാൻ താമസിക്കുന്നത് കടലിന്റെ അടുത്താണ്, വിച്ച് മീൻസ് ലൈക്ക് 100 മീറ്റർ ബേസ് ലെവലിലാണ് ഞാൻ. അപ്പം മുസൂറി ഈസ് ലൈക്ക് 2000 മീറ്റർ. എനിക്ക് വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഐ കുഡിൻ ടോളറേറ്റ് ദി ടെമ്പറേച്ചർ. അപ്പം ഞാൻ ലബാസിലേക്ക് പോയത് ഞാനും എന്റെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള മിഥുൻ പ്രേംരാജും കൂടെയാണ്. ഹി വാസ് AIR 12 അറ്റ് ദാറ്റ് ടൈം. അപ്പൊ നമ്മൾ ആദ്യമേ ഡിസൈഡ് ചെയ്തു നമുക്ക് ഡൽഹിയിൽ നിന്ന് മുസൂറി വരെ നമ്മൾ ക്യാബിൽ തന്നെ പോകും എന്നുള്ളത്. അപ്പം നമ്മളിങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് അത്യാവശ്യം ഇറങ്ങി ഡാബേന്നൊക്കെ തിന്ന് അങ്ങനെയൊക്കെയാ പോയത്. അപ്പോ ഞാൻ ഇതിനു മുമ്പ് ലബാസിനെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഗൂഗിളും ചെയ്തിട്ടില്ല, യൂട്യൂബിലും കണ്ടിട്ടില്ല. കാര്യം മനഃപൂർവ്വമല്ല, എന്തുകൊണ്ടോ അങ്ങനെ ആ ഒരു ഈ പറഞ്ഞ പോലെ പാസ്സാവുന്നവരെ നമ്മുടെ ഹോൾ ഫോക്കസ് എന്ന് പറയുന്നത് പാസ്സാവുക എന്നാണല്ലോ. പിന്നത്തെ കാര്യം സത്യത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. കാര്യം പിന്നെ ഇത് എന്തെന്ന് ഞാൻ ഇന്ന് വരെയും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ എല്ലാ ആസ്പിറൻസിനോടും ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാര്യം യു ഷുഡ് ബി റിയലി റിയലി റെഡി ഫോർ ഇറ്റ്. അല്ലെങ്കിൽ എന്നെ പോലെ ലബാസിനെ ചെല്ലുമ്പോഴേക്കും തല ഇറങ്ങി വീഴും. കാര്യം അത്രയും നമ്മൾ അക്ലിമറ്റൈസ് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ തീരെ എക്യുപ്ഡ് ആവാതെ പോയത്. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ വിന്റർ ക്ലോത്ത്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എന്റെ ഒരു അസംഷൻ അനുസരിച്ച് ആ കുഴപ്പമില്ല. എനിക്കറിയില്ല അതിനകത്ത് എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഡേ ഇതായിരുന്നു, ഇനാഗുറേഷൻ ഡേ ആയിരുന്നു. അപ്പൊ ഇനാഗുറേഷൻ അന്ന് സാരി ഉടുത്തിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. ഞാൻ നമ്മുടെ നാട്ടിൽ സാരിയൊക്കെ കൊടുക്കുന്ന പോലെ കുറെ പ്ലീറ്റ് ഒക്കെ വെച്ച് സാരിയൊക്കെ കൊടുത്തിട്ട് അവിടെ ഗേറ്റ് എത്തിയത് ഞാൻ തലയിറങ്ങി വീണു. ബിക്കോസ് അത്രയും തണുപ്പായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് -2 ഡിഗ്രി. അപ്പൊ തീരെ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്ന ബാക്കി എല്ലാ കുട്ടികളും ഈ ആങ്കിൾ ലെങ്ത്തുള്ള ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ്ലി കവേർഡായി അതിന്റെ പുറത്തൂടെയൊക്കെ ഒരു കോട്ടൊക്കെ ഇട്ടിട്ടൊക്കെയാ അവര് വന്നത്. ഞാൻ ഇവിടെ പോലെ ഈ ചൂടത്ത് സാരി എടുക്കുന്ന പോലെ ഒരു ഷിഫോൺ സാരിയൊക്കെ കൊടുത്ത് ഇറ്റ് വാസ് എ കംപ്ലീറ്റ് ഡിസാസ്റ്റർ. അപ്പം എന്താ പറയാ, എന്റെ എക്സ്പെക്ടേഷനും അതീതമായിരുന്നല്ലോ ലബാസിന്. അപ്പൊ അങ്ങനെ കുറച്ച് അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട് ആ സമയത്ത്. അവിടുത്തെ ഒരു റുട്ടീൻ എങ്ങനെയാ? റുട്ടീൻ ഇപ്പൊ ഡിപ്പെൻസ്. ഇപ്പൊ എന്റെ ബാച്ചില് ഒരു ഡെഫിനറ്റ് ടൈമിംഗ് ഉണ്ടായിരുന്നു. കാര്യം രാവിലെ നമുക്ക് വിന്റർ എഫ് സി ആയിരുന്നു. എന്നിട്ടും രാവിലെ 6 മണിക്ക് PT പോകണമായിരുന്നു. എനിക്കൊന്ന് ഇപ്പൊ അത് 5:30 ആണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. എനിവേ 5:30 എന്തായാലും 5:30 എണീറ്റേ പറ്റുള്ളൂ. -2 അതെ അതെ. എത്ര തണുപ്പാണെങ്കിലും അവർ രാവിലെ ഇത് കേൾപ്പിക്കും. സൈറൻ അല്ല, മറ്റേ പാട്ടിടും. ഭയങ്കര പാട്രിയോട്ടിക് സോങ് ഇല്ലേ, സന്ദേശേ അതുപോലത്തെയൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ട് രാവിലെ ദേശസ്നേഹമാണ് നമ്മുടെ ഉള്ളില്. അപ്പൊ രാവിലെ നമ്മൾ എണീക്കും. ആൻഡ് റൂം ഇസ് ഷെയറിങ് ഓൾസോ. ഇറ്റ് ഈസ് ട്വിൻ ഷെയറിങ്. അപ്പൊ
നമ്മൾ തമ്മില് നമ്മുടെ റൂംമേറ്റ്സ് തമ്മിൽ ഒരു കോർഡിനേഷൻ വേണം. കാര്യം ആരാദ്യം കുളിക്കുക, അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ. എന്നാല് അപ്പം രണ്ടുപേര് റൂമിലുള്ള സ്ഥിതിക്ക് ഒരു വാഷ്റൂമേ ഉള്ളൂ. അപ്പൊ നമ്മള് 5:30 എണീക്കുക എന്ന് പറഞ്ഞത് ഒരു ഓപ്ഷൻ അല്ല. പിന്നെ ഞാനും എന്റെ റൂംമേറ്റ് വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞാൽ എനിക്ക് അരമണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അല്ല, ഷി വാസ് എ തമിഴ് ഗേൾ. പുള്ളിക്കാരി ആദ്യം ഇന്ത്യൻ ഇൻഫോർമേഷൻ സർവീസിലായിരുന്നു. ഇപ്പൊ ഷീ ഗോട്ട് ഫോറിൻ സർവീസ്. ഷീസ് പോസ്റ്റഡ് ഇൻ സ്പെയിൻ. അപ്പം ആദ്യം ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം അവള് കുളിക്കും, എന്നിട്ട് ഞാൻ അങ്ങനെയായിരുന്നു. കുളിയൊന്നും നടക്കില്ല, അത് വേറെ കാര്യം. ഈ പറഞ്ഞ പോലെ ഫ്രഷ് ആവാണ്. പിന്നെ PT കഴിഞ്ഞിട്ട് വന്ന ഉടനെ തന്നെ എഗെയിൻ PT കഴിയുമ്പോഴേക്കും നമ്മൾ ഫുള്ള് വേർത്തിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഫ്രഷനായി പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ബിക്കോസ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബാച്ചിൽ ഫൗണ്ടേഷൻ കോഴ്സിന് ഒരു മിനിമം 700 പേരുണ്ടാവും. ബിക്കോസ് ഇറ്റ്സ് എ റാങ്ക് ലിസ്റ്റ് ഓഫ് 1000 പീപ്പിൾ. നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ 700 പേരായിരുന്നു. അപ്പൊ 488 പേരുണ്ട്. അപ്പൊ ഈ 488 പേരും 2 മെസ്സിലായിട്ടാണ്. ഇറ്റ്സ് മീൻസ് ലൈക്ക് എ ലോങ് ക്യൂ. അപ്പൊ സമയത്തിന് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്രെഡിന്റെ നമുക്ക് തീർന്നും പോകും. അപ്പൊ നേരത്തെ പോയി കഴിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ക്ലാസ്സസ് ആണ്. 9 o'clock മുതൽ ക്ലാസ് ആണ്. പല പല സബ്ജക്റ്റിൽ ക്ലാസ് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവും. അതായത് കാര്യം ലബാസിനെക്കാർക്കും അറിയാം, നമുക്ക് സൺലൈറ്റ് എക്സ്പോഷർ വളരെ കുറവാണ്. ബിക്കോസ് ഇറ്റ്സ് എ മൗണ്ടേനിയസ് പ്ലേസ് ഓൾസോ. അതുകൊണ്ട് ചായ നല്ല വെയിലത്താണ് തരുന്നത്. നമ്മള് കുറച്ച് വെയിൽ കായാൻ വേണ്ടി നമ്മള് ഇറക്കി നിർത്താറുണ്ട് ഒരു ടൈംലി ഇന്റർവെൽസ്. ബിക്കോസ് വി ആർ കംപ്ലീറ്റ്ലി എന്താ പറയാ ഡ്രസ്ഡ് അപ്പ് ഓൾസോ. അപ്പം ഒരു വൈറ്റമിൻ D ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു 15 മിനിറ്റ് ഒക്കെ കിട്ടും. അങ്ങനെ കറക്റ്റ് ഇന്റർവെൽസിൽ ഫുഡ് കിട്ടും. പിന്നെ ലഞ്ച് ബ്രേക്ക് ആണ്. അത് കഴിഞ്ഞ് വീണ്ടും ആഫ്റ്റർനൂൺ ക്ലാസ്സസ് ഉണ്ട്. അപ്പോഴും ബ്രേക്ക് ഉണ്ട്, ടീ ബ്രേക്ക്. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും PT ചെയ്യണം. വീണ്ടും പോയി PT ചെയ്യണം. എനിക്ക് അറിയില്ല ഇപ്പൊ ഈവനിങ് PT കമ്പൽസറി ആണോ എന്ന് അറിയില്ല, പക്ഷെ നമ്മുടെ സമയത്തായിരുന്നു. പിന്നെ PT കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ്. പിന്നെ ഡിന്നറിന് പോകുമ്പോഴും വി ഹാവ് ടു ഗോ ഇൻ ഫോർമൽസ്. അവിടെ ഇങ്ങനെ ഷാബി ആയിട്ടൊന്നും മെസ്സിൽ കയറി പോകാൻ പറ്റില്ല. ട്രാക്ക് സ്യൂട്ട് ഒന്നും ഇട്ട് പോകാൻ പറ്റില്ല. ഹോസ്റ്റൽ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വളരെ വെൽ ഡ്രസ്ഡ് ആണെന്ന് പറഞ്ഞു തന്നെയാണ്. കാര്യം മെസ്സിൽ പോകുമ്പോഴും നമ്മൾ ട്രാക്സിലാണെന്നെങ്കിൽ അവര് ഫുഡ് തരില്ല. നമ്മള് അതുകൊണ്ട് ബോയ്സിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു ബ്ലേസർ ഇട്ടത്ത് തീർന്നു. നമുക്ക് അങ്ങനെയല്ലല്ലോ. നമുക്ക് ഈ പറഞ്ഞാല് ഏതെങ്കിലും ഒരു, പിന്നെ നമ്മളും കണ്ടുപിടിച്ചു കുറച്ചുകൂടെ ബ്ലേസറാ നമുക്ക് സുഖം. അങ്ങനെ ചില സമയത്ത് റാൻഡം എന്താ പറയാ ഇൻസ്പെക്ഷൻ ഉണ്ടാവാറുണ്ട്. പ്ലേറ്റ് എടുത്തിട്ട് പോയ സംഭവങ്ങളുണ്ട്. അതായത് ട്രാക്ക് സ്യൂട്ടിൽ വന്ന് ഫുഡ് ഇതുപോലെ എടുത്തു വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ട്രാക്ക് സ്യൂട്ടിലായത് കാരണം ആ പ്ലേറ്റ് എടുത്തിട്ട് പോയ ഇൻസിഡന്റും ഡ്രസ് മാറി വരുമ്പോ ഡ്രസ് മാറിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ബട്ട് ഓൾ ടുഗെദർ ഇറ്റ്സ് വെരി ഫോണിന്റെ PT എന്തൊക്കെയാ ചെയ്യിക്കുന്നത്? ലബാസിനൊക്കെ വളരെ നല്ല സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയില് NPA കഴിഞ്ഞാൽ നാഷണൽ പോലീസ് അക്കാഡമിയും അല്ലെങ്കിൽ IMA പോലൊരു ഫോഴ്സ് ബേസ്ഡ് അക്കാഡമി കഴിഞ്ഞാൽ ഒരു സിവിലിയൻ അക്കാഡമിയിൽ ഏറ്റവും നല്ല സ്പോർട്സ് കോംപ്ലക്സ് ഉള്ള ലബാസിന് തന്നെ ആയിരിക്കും. അത് ഈ പറഞ്ഞ പോലെ റണ്ണിങ് മുതൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്, പോളോക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ആ ഗ്രൗണ്ട് മുതൽ ഹോഴ്സ് റൈഡിങ് വരെ എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇപ്പൊ റണ്ണിങ്, ബാഡ്മിന്റൺ, സ്ക്വാഷ്, ബില്ലിയാർഡ്സ് ടേബിൾ ഉണ്ട്, ചെസ് ടേബിൾ ഉണ്ട്. പിന്നെ എല്ലാ ഇൻഡോർ സ്പോർട്സും ഉണ്ട്, എല്ലാ ഔട്ട്ഡോർ സ്പോർട്സും ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതെല്ലാം ഓരോ മലയുടെ അടിവാരത്തിലാണ്. അതായത് ലബാസിന് ഒരു മലയാണ്, ഒരു മലേനെയാണ് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മലയുടെ ഏറ്റവും മുകളിലാണ് ക്ലാസ് റൂം വരുന്നത്. നമ്മുടെ ഹോസ്റ്റൽ എന്ന് പറയുന്ന ഈ മലയുടെ ഓരോരോ എന്താ പറയാ ഈ ഹെയർ പിൻ വളവിൽ ഓരോ സൈഡിൽ ഓരോന്നിരിക്കുന്ന പോലെ. അപ്പൊ എന്നും രാവിലെ ഇങ്ങനെ പള്ളിക്കെട്ട് ശബരിമലയ്ക്കെന്ന് പറഞ്ഞ പോലെ കയറി ഇറങ്ങുക, ഇത് തന്നെയാണ് അവിടെ ജോലി. അപ്പൊ ഇപ്പൊ എനിക്ക് മെഡിക്കൽ എക്സംഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ബേസ് ലെവലില് ഏറ്റവും ക്ലാസ് റൂമിന്റെ ലെവലിലാണ് ഞാൻ താമസിച്ചിരുന്നത്. പക്ഷെ എന്റെ ബാച്ച്മേറ്റ്സ് എല്ലാവരും ഏറ്റവും താഴേന്ന് വരുന്നത്, ഈ മലയുടെ ഏറ്റവും താഴേന്ന്. എന്നിട്ട് ഈ പറഞ്ഞ പോളോ ഗ്രൗണ്ട് പിന്നെ 2 കിലോമീറ്റർ താഴെ, അതായത് വേറൊരു മലയുടെ അടിവാരത്തിലാണ് പോളോ ഗ്രൗണ്ട്. അപ്പൊ ലബാസിന്റെ മേളിൽ നോക്കിയാൽ പോളോ ഗ്രൗണ്ട് താഴെ കാണാം. അതിങ്ങനെ എന്തോ ഒരു എവറസ്റ്റ് എക്സ്പെഡിഷൻ പോലെ ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങ് ട്രക്ക് ചെയ്ത് ഇറങ്ങണം, പിന്നെ അവിടെ നിന്ന് തിരിച്ച് അത്രയോ ദൂരം കയറണം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോഴ്സ് റൈഡിങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹോഴ്സ് റൈഡിങ് എന്ന് വെച്ചാൽ നമുക്ക് സ്ലോട്ട് കിട്ടും. ഇപ്പം 5-6 കുതിരയേ ഉള്ളൂ അവിടെ. അപ്പം ഈ പറഞ്ഞ കൂട്ട് നമുക്ക് സ്പോർട്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഇപ്പൊ റൈഫിൾ ഉണ്ട്, ആർച്ചറി ഉണ്ട്. അപ്പൊ റൈഫിളും ആർച്ചറിയും എന്റെ ഓപ്ഷൻ റൈഫിളും ആർച്ചറി ആയിരുന്നു. കാര്യം ഹോഴ്സിന് എനിക്ക് ഇത് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു ദിവസം പോയി ഇങ്ങനെ ഒന്ന് കറങ്ങി എന്നല്ലാണ്ട് ഇല്ല. അപ്പോ
അതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറെ ഈ ആർച്ചറിയും റൈഫിളും ഹോഴ്സ് റൈഡിംഗ് എന്ന് പറഞ്ഞാൽ ക്ലബ് ആക്ടിവിറ്റീസ് ആണ്. അതിങ്ങനെ റെഗുലർ ആക്ടിവിറ്റി അല്ല. റെഗുലർ എന്ന് പറയുന്നത് ഈ സൂംബ, ക്രൗ മാഗ, പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ എന്താ പറയാ എയറോബിക്സ്, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണ് ഡെയിലി. അപ്പൊ ഒരു ദിവസം എയറോബിക്സ് ആണെങ്കിൽ ഒരു ദിവസം സൂംബ, അടുത്ത ദിവസം ക്രൗ മാഗ, അങ്ങനെയാ. ഒരു ഇൻസ്ട്രക്ടർ ഉണ്ട്. എല്ലാത്തിനും ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. ഇൻസ്ട്രക്ടേഴ്സ് നമ്മുടെ ഫാക്കൽറ്റീനെക്കാളും കഷ്ടമാണ്. നല്ല വഴക്ക് കിട്ടും. കാര്യം അവിടെ ചെന്നിട്ട് ചിലർ യോഗയില് ശവാസനത്തിൽ ഉറങ്ങാൻ വേണ്ടി ഓപ്റ്റ് ചെയ്യും. പക്ഷെ അവര് നല്ല സ്ട്രിക്റ്റ് ആണ്, അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ എല്ലാം ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ റൈഫിൾ ആഴ്ചയിൽ ഒരിക്കലേ കിട്ടുള്ളൂ. കാര്യം അത്രയും പേരില്ലേ നമ്മുടെ ബാച്ചിൽ, ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഈ സ്പെസിഫിക് സാധനങ്ങളില്ലേ, റൈഫിൾ, ഹോഴ്സ്, ആർച്ചറി, അങ്ങനത്തത് വീക്ക്ലി സ്ലോട്ട് ആയിരിക്കും. പിന്നെ സാറ്റർഡേ സൺഡേ ഓഫ് ആണ്. സാറ്റർഡേ സൺഡേ ഇല്ല. എല്ലാ സാറ്റർഡേയും ട്രക്കിംഗ് ഉണ്ട്. കാര്യം ഇറ്റ്സ് എ മൗണ്ടേനിയസ് പ്ലേസ്. അപ്പം മൊസൂറി തന്നെ നമ്മൾ ജോഗ്രഫി പഠിച്ചിട്ടില്ലേ, മൊസൂറി ഹിൽസിൽ കുറെ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ജോർജ് എവറസ്റ്റ് പീക്ക്, ലാൽ ടിബ, അങ്ങനെ കുറെ പീക്കുകളുണ്ട് അവിടെ തന്നെ. അപ്പൊ ഓരോ ശനിയാഴ്ച ഓരോ മല കയറണം. അപ്പൊ ആ ട്രക്ക് കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ ഉള്ള ദിവസം ഫ്രീയാ. അപ്പൊ നല്ല എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പോയി ഇത് ചെയ്യും. പിന്നെ ഞാൻ അത്ര എന്തൂസിയാസ്റ്റിക് അല്ലാതിരുന്നത് കൊണ്ടും പകുതി സമയം മെഡിക്കൽ സെന്ററിലായിരുന്നത് കൊണ്ടും ഞാൻ അത്രയും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ കർഫ്യൂ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഈവനിങ് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി എല്ലാം പുറത്തും അങ്ങനെയൊക്കെ പോവാറുണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനെ ഇല്ല. പക്ഷെ ഇപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ കേട്ടു ലബാസിന് ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ്. എനിക്കത് നിങ്ങളുടെ സർവീസ്, നിങ്ങളുടെ റിസൾട്ട് വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ തന്നെ എന്തോ ഒരു വാർത്ത വന്നില്ലേ, ലബാസിന് എന്തോ ഒരു നോട്ടിഫിക്കേഷൻ, ഒരു മെയിലില് എന്താണ് ഒരു ഓഫീസറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് പത്രത്തിലും വന്നു തോന്നുന്നു. എല്ലാം റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമയത്ത് വെച്ചാൽ അത്ര റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു. ഐഡിയലി 10 മണിക്കകത്ത് നമ്മൾ കയറണം എന്നാണ്, അല്ലാതെ ഇത്ര മണിക്ക് ലൈറ്റ്സ് ഓഫ് ചെയ്യണം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ ഇപ്പൊ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയെന്ന് കേൾക്കണു. അല്ലാതെ പിന്നെ ഫോണിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. നമുക്ക് അവിടെ ചെന്ന് അങ്ങനെ ഒരുപാട് ക്ലാസ്സിലൊന്നും ഫോണ് ഉപയോഗിക്കാൻ പറ്റില്ല. ഫോൺ ഉപയോഗിക്കുന്നുണ്ട് സീസ് ചെയ്യും. പിന്നെ 2 ദിവസം കഴിഞ്ഞേ ഫോൺ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം, എന്തുകൊണ്ടാണ് ഫോൺ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടും ഫോൺ കൊണ്ടുവന്നത് എന്നൊക്കെ റിട്ടേൺ എക്സ്പ്ലനേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടോ? എന്റെ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വളരെ ഇന്നസെന്റ് ആണ് ആ കാര്യത്തില്. എനിക്ക് ഇപ്പോഴും അതില് എനിക്ക് അന്നാണ് അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. അതായത് ഒരു നിരപരാധിയെ പിടിച്ച് ചെയ്യാത്ത കുറ്റം ചുമത്തി തടവിലാക്കപ്പെടുന്നതിന്റെ വേദന എനിക്ക് അന്നാ മനസ്സിലായത്. കാര്യം നമ്മളൊരു ചെയ്യാത്ത കാര്യം ചെയ്തിട്ട് അതിന് ഐ വാസ് ജസ്റ്റ് ക്യാരിയിങ്. ഞാൻ ഉപയോഗിച്ച അങ്ങനെ ഒന്നും ഇല്ല. അതും ഈ പറഞ്ഞ പോലെ ഇറ്റ് വാസ് എ സഡൻലി കോൾ സെഷൻ. ലബാസിനിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, സമ്പൂർണ്ണാനന്ദ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഇസ് എ വെരി ബിഗ് ഓഡിറ്റോറിയം. ഈ പറഞ്ഞ പോലെ 1000 കപ്പാസിറ്റി ഒക്കെ ഉള്ള ഓഡിറ്റോറിയം ആണ്. അപ്പൊ അതിനകത്ത് ഇരിക്കായിരുന്നു. ഈ കണ്ട കുട്ടികളുടെ ഇടയിൽ നിന്ന് എന്റെ ഫോൺ എങ്ങനെ പിടിച്ചോണ്ട് പോയിന്ന് എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. കാര്യം അത്രയും അവരെപ്പോഴും കോൺസ്റ്റന്റ്, വി ആർ അണ്ടർ കോൺസ്റ്റന്റ് സർവൈലൻസ്. അവര് എല്ലായിടത്തും CCTV ഉണ്ട്. പിന്നെ നമ്മുടെ എൻറ്റയർ ക്ലാസ് റെക്കോർഡിംഗ് ആണ്. അപ്പം നമ്മളെ ആ പോയിന്റ് പിടിച്ചില്ലെങ്കിലും പിന്നെ ഈ വീഡിയോ ഇട്ട് കണ്ട് അതിനകത്ത് നമ്മളിരുന്ന് ഉറങ്ങുന്നതും നമ്മള് ആൾക്കാരുണ്ട് ഉണ്ട്. അവരുടെ പേരാണ് എന്താണ്, എന്തോ ടീച്ചിങ് ഇൻസ്ട്രക്ടേഴ്സ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് അവർക്ക്. അവരിങ്ങനെ റോം അറൗണ്ട് ചെയ്തോണ്ടിരിക്കും നമ്മുടെ ക്ലാസ്സിൽ. ബിഗ് ബോസ് പോലെ ബിഗ് ബോസ്. അവര് വന്നിങ്ങനെ നമ്മൾ തട്ടിയൊക്കെ വിളിക്കും. ഇപ്പൊ നമ്മള് ക്ലാസ് PPT ബേസ്ഡ് ആണല്ലോ, പവർ പോയിന്റ് പ്രസന്റേഷനെ കാണിക്കുന്നത്. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടി കുറെ പേര് ബുക്സ് കൊണ്ടുവരായിരുന്നു ആദ്യമൊക്കെ. അപ്പൊ പിന്നെ എനിക്ക് എന്താന്നറിയില്ല, കുട്ടികൾ വളരെ മൾട്ടി ടാസ്കിങ് ഉള്ള ആൾക്കാരാട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിവിൽ സർവീസ് ഒക്കെ ക്ലിയർ ചെയ്ത് വരുന്നവരാണല്ലോ അവിടെ ഇരിക്കുന്നത്. അവിടെ എന്ത് ഡിസ്പ്ലേ ചെയ്താലും, ഇവിടെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നാലും സിനിമ കണ്ടോണ്ടിരുന്നാലും പിള്ളേര് ഭയങ്കര വിജിലന്റ് ആണ്. എന്ന് വെച്ചാൽ അവർക്കെല്ലാം അറിയുകയും ചെയ്യാം. എന്നാലും അക്കാഡമി കൺവിൻസ്ഡ് അല്ല. അക്കാഡമിക്ക് മൾട്ടി ടാസ്കിങ് ഒരു ഓപ്ഷനേ അല്ല. PPT കാണിച്ചിരുന്ന PPT കണ്ടുകൊണ്ടിരുന്നാൽ മതി എന്നുള്ളൊരു ഇതാണ് അവരുടേത്. അപ്പൊ നമ്മളിങ്ങനെ ബുക്സ് ഒക്കെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ബാഗ് ഇങ്ങനെ വെച്ചിട്ട് ബാഗിന്റെ അടിയിൽ വെച്ച് വായിക്കും. ഇവർ ആ ബുക്കൊക്കെ എടുത്തിട്ടോ പിന്നെ ആ ബുക്ക് കിട്ടത്തേ ഇല്ല. അങ്ങനെയൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ് ലബാസിന്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ഫൺ ഓൾസോ. കാര്യം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ കിട്ടും. അങ്ങനെ നമ്മളിപ്പം ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ കൂടുതൽ സൗത്ത് ഇന്ത്യൻസുമായിട്ടാണോ, മലയാളീസ് എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻസുമായിട്ടാണോ ജെല്ലാവുന്നത്, അതോ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലാതെ എല്ലാവരുമായിട്ടും ഭയങ്കര
ജെല്ലാവുന്ന ആൾക്കാരാണ് ചുമ്മാ അറിയുന്നത്. അത് ഈ മലയാളികളുടെ പ്രത്യേകത നമ്മൾ അവിടെ പോയാലും കാണിക്കും. നമ്മൾ വെച്ച് ആരും പറയില്ലേ, ചന്ദ്രനിൽ പോയാലും അവിടെ ഒരു കട ഉണ്ടാവും. അതിങ്ങനെ മലയാളികളുടെ ഒരു ജെന്യൂൻ നേച്ചറാണ്. എന്ന് വെച്ചാൽ നമ്മള് വെള്ളം പോലെയാണ്, നമ്മൾ എവിടെ കൊണ്ടിട്ടാലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് നമുക്കെന്ന് പറയാറുണ്ട്. അത് സെയിം ആണ് ലബാസ്നയിലും അതെ. എന്നാൽ ഒബ്വിയസ്ലി നമ്മൾ മലയാളികൾ നല്ല കമ്പനി ആയിരിക്കും. കാര്യം ലാംഗ്വേജ് ആണല്ലോ എപ്പോഴും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാക്ടർ. അപ്പം എന്റെ ബാച്ചില് വി വെയർ ലൈക്ക് എ ഫാമിലി. അപ്പൊ എന്റെ ഒരു ബാച്ച്മേറ്റ് ഉണ്ട് ഷഹൻഷാ എന്ന് പറഞ്ഞിട്ട്. ഷഹൻഷാ ഇപ്പൊ SAP കമാൻഡന്റ് ആണ്. അപ്പൊ ഷഹൻഷയുടെ റൂമായിരുന്നു നമ്മുടെ റൂം. അപ്പം നമ്മള് എൻറ്റയർ ബാച്ച് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ആ റൂമിനകത്ത്. ബിക്കോസ് അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾ മലയാളികൾ നല്ല ബോണ്ടഡ് ആണ്. പക്ഷെ നമുക്കുള്ള ഏറ്റവും നല്ല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നല്ല ഇതാണ്. നമ്മൾ ഒരാളെയും അവരുടെ ലാംഗ്വേജ് ഇന്നതാന്ന് പറഞ്ഞ് മാറ്റി നിർത്തില്ല. അതുപോലെ അവർക്കും അറിയാം നമ്മൾ വൈബ് ആൾക്കാരാണ്. അപ്പൊ അവര് പാർട്ടി നടത്തിയാൽ നമ്മളും പോകും, നമ്മൾ പാർട്ടി വെച്ചാൽ അവരും വരും. അങ്ങനെയാണ് ഇത്രയും കാലം ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ. പൊതുവേ പിന്നെ നമ്മളങ്ങനെ തർക്കക്കാരും അല്ലല്ലോ, നമുക്ക് ഒരു എക്സ്ട്രീം ഒപ്പീനിയനും ഇല്ല. മറ്റേ ആരോ പറയില്ലേ, മറ്റേ പണ്ട് ഹോജ കഥകളിൽ പറയും പോലെ എന്ത് ചോദിച്ചാലും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നതാണ് പൊതുവെ നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ നമ്മള് മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ ഡൽഹി ബേസ്ഡ് മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പിൽ മലയാളികളും നോർത്ത് ഇന്ത്യൻസും ഉണ്ടെങ്കിൽ ഇപ്പം അവിടെ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം ആൻസർ ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. നമ്മൾ പൊതുവെ ഒരു ഇച്ചിരി ഉള്ളിലിരുന്ന ആൾക്കാരെ നമുക്ക് സെൻസ് ഓഫ് ഹൈപ്പർ അഭിമാനം ഉണ്ട്, എന്താ വിചാരിക്കുന്ന ഒരു സാധനം. അപ്പൊ അതവിടെ ഇത് ലബാസിന് പോകുമ്പോ കുറെ കൂടെ കൂടും നമുക്ക്. നമ്മള് ഇത്ര കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓഡിറ്റോറിയമില്ലേ, ആ ഓഡിറ്റോറിയത്തിലേക്ക് ഹ്യൂജ് പ്ലേസ്. അപ്പം ഈ പറഞ്ഞ പോലെ ഡയസ് എന്ന് പറയുന്നത്, ഡയസിൽ നോക്കിയാൽ ഇത് എല്ലായിടവും വിസിബിളും ആണ് ഇത്. അപ്പൊ അതിനകത്ത് കയറുമ്പോൾ തന്നെ ഞാൻ ഒരു കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല ലബാസിനകത്ത്. കാര്യം ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഇന്റിമിഡേറ്റിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. കാര്യം ഒരുപാട് പേര് ആദ്യമൊക്കെ നമുക്ക് ആരെയും അറിയേയില്ല, നമുക്ക് അറിയാത്ത കുട്ടികളാണല്ലോ. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് പറയാൻ ഭയങ്കര ചമ്മലായിരിക്കും. എന്നാ ആരെങ്കിലും എണീറ്റ് ഒരു ഉത്തരം പറയുമ്പോ ഇതെന്ത് ഉത്തരവായോ പറഞ്ഞു നമുക്ക് തോന്നുകയും ചെയ്യും. നമ്മളായിട്ട് പറയത്തില്ല, വേറെ ആള് പറഞ്ഞു. അത് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അരുതവും. നമ്മള് കൊന്നാലും എങ്ങനെ എനിക്കറിയില്ല. നമ്മുടെ ബാച്ചിൽ നിന്ന് ആരെങ്കിലും എണീറ്റ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. എനിക്കൊന്ന് മിഥുനും ഗോകുല് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എന്റെ ബാച്ച്മേറ്റ് ഗോകുലുണ്ട്, ഇപ്പൊ തമിഴ്നാട് കേഡർ IAS ആണ്. ഗോകുൽ അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിരുന്നു. ഗോകുൽ പിന്നെ സ്ട്രോങ് ഒപ്പീനിയനേറ്റഡ് ആണ്. കാര്യം ഭയങ്കര അവരെല്ലാത്തിനും പറയാം. അതല്ലാതെ നമ്മള് ഒരു കാരണം വെച്ചാലും മിണ്ടാത്ത ആൾക്കാർ. പിന്നെ ചില സമയത്ത് നമ്മളാലേക്ക് എന്തിനാ പറയുന്നത് ചില കാര്യങ്ങളും ഉണ്ട്. അപ്പം പിന്നെ ലബാസിനെ റിയലി ടെസ്റ്റ് അവർ എന്താ പറയാ, പിന്നെ നമ്മൾ എത്ര പതുങ്ങി നിന്നാലും നമ്മളെ പൊക്കാനും ആളുണ്ട്. അങ്ങനെയുണ്ട്. ചില സ്പീക്കേഴ്സ് ആർ ലൈക്ക് വെരി പ്രൊആക്റ്റീവ്. അവര് നമ്മളെ പിക്ക് ചെയ്ത് തന്നെ ചോദിക്കുകയും ചെയ്യും. പക്ഷെ പൊതുവെ അങ്ങനെ മലയാളികൾ അത്ര പ്രൊവൈഡ് എന്റെ ബാച്ചിലല്ലായിരുന്നു. പിന്നെ വന്ന ബാച്ചിലൊക്കെ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ ബാച്ച് പൊതുവെ ഒരു പമ്മി ബാച്ച്. ബട്ട് നമ്മൾ ഹാവിങ് സെഡ് ദാറ്റ് എല്ലാ പരിപാടിക്കും മലയാളികൾ നിന്നിട്ടുണ്ട്. കാര്യം നമ്മുടെ ക്ലബ് ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു. എസ്പെഷ്യലി നമ്മളൊരു ഇത് ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പൊ കേരള കേഡറിലുള്ള അശ്വതി, ജിജി, ഷഹൻഷാ ഇവരോടത്തെ സ്പോർട്സ് ചാമ്പ്യൻസ് ആയിരുന്നു. പിന്നെ എന്റെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള മിഥുൻ പ്രേമരാജ് പ്രസിഡന്റ്സ് മെഡൽ കിട്ടിയ ആളാണ്. അങ്ങനെ എല്ലാം ദീന മെസ് സെക്രട്ടറി, മെസ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിലും വളരെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള മീര ക്യൂസ് ക്ലബിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പാർട്ടിസിപ്പേഷനൊക്കെ ഓക്കെയാണ്. ക്ലാസ്സിൽ പക്ഷെ എണീറ്റ് ചോദ്യം ചോദിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ കുറവാ. ഈ മൺഡേ ടു ഫ്രൈഡേ എന്താണ് പഠിപ്പിക്കുന്നത്? പൊതുവെ നമ്മൾ പഠിച്ചതൊക്കെ തന്നെ. പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ കോഴ്സിൽ എസ്പെഷ്യലി അവർ നമ്മുടെ ഒരു ഇത് റീഫർബിഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. കാര്യം നമ്മൾ പഠിച്ചു വന്ന ഒരു ക്വാളിറ്റി. കാര്യം ഈ നമ്മൾ UPSC സിലബസിൽ പഠിക്കുന്ന എല്ലാം ഇറ്റ് ഈസ് വെരി റിലവൻറ്റ് ഫോർ അവർ സർവീസ്. അപ്പം അതുകൊണ്ട് അവര് ഒന്നുകൂടെ അതൊരു ഇത് ചെയ്യും. എല്ലാ ആഴ്ചയും പരീക്ഷ ഉണ്ട് കേട്ടോ, എല്ലാ വെള്ളിയാഴ്ച ഒരു ടെസ്റ്റ് ഉണ്ട്. എന്നുവെച്ചാല് മിക്കവാറും ഓൾമോസ്റ്റ് 2 വീക്സ് കൂടുമ്പോൾ ഇതാണ് OMR ആണ്. OMR അല്ല, സോറി, കമ്പ്യൂട്ടറിലാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പും ആണ്. അത് നമ്മളെല്ലാരും പാസ്സാവും. എന്നാലും പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ. അപ്പൊ ഒരു ഓൾമോസ്റ്റ് ഒരാഴ്ചയായിരിക്കും ഒരു മോഡ്യൂൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പബ്ലിക് പോളിസി മേക്കിംഗ്, അതൊരു മോഡ്യൂളാണ്. അത് ഈ കാർണഗി മെല്ലൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ എന്നുള്ള, പിന്നെ സിംഗപ്പൂർ യൂണിവേഴ്സിറ്റി, അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് പഠിപ്പിക്കാറുണ്ട്. വിദേശികളായിട്ടുള്ള സ്കോളേഴ്സ് ഒക്കെ വന്ന് പഠിപ്പിക്കാറുണ്ട്. ഭയങ്കര എമിനന്റ് സ്പീക്കേഴ്സ് ഒക്കെ വരും.
മെയിൻലി പബ്ലിക് പോളിസി, അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഫയൽ വർക്കിംഗ്. കാര്യം എനിവേ ഏത് പാർലൻസിലെടുത്താലും നമ്മൾ ബേസിക്കലി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണല്ലോ ഇനി മുതൽ. അപ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള ഒരു ഫംഗ്ഷനിങ് ഉണ്ട്. കാര്യം ബ്യൂറോക്രസി ഓൾ ടുഗദർ മീൻസ് ഫയൽ മാനേജ്മെന്റ് അങ്ങനെ. പിന്നെ ഇംഗ്ലീഷും പഠിപ്പിക്കും. ചില സമയത്ത് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട്, ലീഡർഷിപ്പ് മോഡ്യൂൾസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഡീകൺസ്ട്രക്ഷൻ മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് പൊതുവെ ഈ നേരത്തെ റീനു പറഞ്ഞ പോലെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന കുട്ടികൾ വരുന്നു. അവർക്ക് മറ്റ് സ്റ്റേറ്റ്സിലെ ചിലപ്പോൾ റിയാലിറ്റി അറിയണം എന്നില്ല. അപ്പൊ ഇവിടുന്ന് കുടുംബശ്രീക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് എങ്ങനെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ വർക്ക്ഷോപ്പ് മൊഡ്യൂൾസ് ഉണ്ട്. നമുക്ക് തന്നെ കുറെ ആക്ടിവിറ്റി തരും, നമ്മളോട് തന്നെ സോൾവ് ചെയ്യാനൊക്കെ പറയും. ഇറ്റ് ഈസ് ലൈക്ക് ക്ലാസ് റൂം ഇസ് ഫൺ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ക്ലാസ് റൂം. അപ്പൊ അതിന്റെ ഈ PPT ക്ലാസ്സസ് ഒക്കെ കുറച്ച് ഇതാണ്. പക്ഷെ മാക്സിമം സ്പീക്കേഴ്സ് എൻഗേജ് ചെയ്യാൻ നോക്കാറുണ്ട്. എഗെയിൻ നമ്മളൊന്നും ഉണ്ടാവില്ല എന്നാലും. പിന്നെ ഗവൺമെന്റിൽ നിന്നുള്ള എന്താ ആരെങ്കിലും ഒക്കെ വിസിറ്റ് ചെയ്യുമോ, അത് നമ്മൾ പാസ് ഔട്ട് ചെയ്തിട്ടാണോ? ഇറ്റ് ഹാസ് ഫേസസ്. ഇപ്പം ലബാസിനെ പൊതുവെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് സെക്രട്ടറീസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇങ്ങനെ കുറെ എമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ വരും. നമ്മളുണ്ടായിരുന്ന സമയത്ത് കൾച്ചർ മിനിസ്ട്രിയുടെ സെക്രട്ടറി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഫിനാൻസ് മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ അങ്ങനത്തെ ഒരു ക്രീം ലെവലിൽ കുറെ ആൾക്കാരുണ്ടല്ലോ. ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള അരുണാചൽ പ്രദേശിന്റെ CM വന്നിട്ടുണ്ടായിരുന്നു, പേമ ഖണ്ഡു. ഉത്തരാഖണ്ഡ് CM പുഷ്കർ സിംഗ് ധാമി. അങ്ങനെ കുറെ പേരൊക്കെ ഇവരിങ്ങനെ വന്നോണ്ടിരിക്കും. IMAയുടെ ഡയറക്ടർ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി. ഹീസ് ബേസ്ഡ് ഇൻ ഡെറാഡൂൺ. പിന്നെ നാഷണൽ പോലീസ് അക്കാഡമിയുടെ ഡയറക്ടർ. ഇവരൊക്കെ ഭയങ്കര എന്താ പറയാ ഉന്നത ഉദ്യോഗസ്ഥരാണ് അങ്ങനത്തെ ഒക്കെ. അപ്പം പിന്നെ അതും ഒരു ഇതിനകത്ത് നമ്മളെ ഷേപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കുറെ കഴിയുമ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, ഇനി എല്ലാം ഇങ്ങനെ ഹൈ ലെവൽ കളികളാണ്. നമ്മള് ഇങ്ങനെ കുറെ കൂടെ ഇങ്ങനെ ഭയങ്കര വലിയ വലിയ ആൾക്കാരെയൊക്കെ കണ്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. യെസ്. അതും ലബാസിനൊക്കെ ഒരു നല്ലൊരു പ്രോഗ്രാം ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് എസ്കോർട്ട് ഓഫീസർ. അപ്പൊ ഒരു പുറത്തുനിന്നൊരു എമിനന്റ് സ്പീക്കർ വരുമ്പോൾ നമ്മൾ അവർ എസ്കോർട്ട് ഓഫീസർ ആക്കും. അപ്പൊ അവര് ഡെറാഡൂൺ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നത് മുതൽ തിരിച്ച് എയർപോർട്ടിൽ എത്തുന്നവരെയുള്ള അവരുടെ എല്ലാ ലോജിസ്റ്റിക്സും എല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടത് അവർ നമ്മളെ ഗൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ എല്ലാം അപ്പൊ നമുക്ക് വി ഓൾസോ ഫീൽ ഗുഡ്. കാര്യം അവര് നമ്മള് ഒരു സ്പീക്കർ വന്നു, നമ്മൾ എങ്ങനെയാണ് അവരെ ഇത് ചെയ്യേണ്ടത്, അവര് ലബാസിനായിട്ട് ഫെമിലറൈസ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അങ്ങനെ അതൊക്കെ നല്ലൊരു എക്സ്പോഷറാണ് അതിനകത്തുള്ളത്. എനിവേ നമ്മൾ പോയ ആളായിരിക്കില്ല തിരിച്ചിറങ്ങി വരുന്നത്. വി ബിക്കം വെരി പോളിഷ്ഡ്. നമ്മൾ ആക്ച്വലി ആ സാധനം പറഞ്ഞില്ല ഫൗണ്ടേഷൻ കോഴ്സിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഒരു പാർട്ടാണ് കെവാഡിയ വിസിറ്റ്. അവിടെയാണ് സിവിൽ സർവൻസിന് ഇന്ത്യ മഹാരാജ്യത്തോട് ഇൻഡക്ട് ചെയ്യുന്ന പ്രോഗ്രാം. അതിന് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്നാ പറയാം. അപ്പൊ നമ്മള് സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഉണ്ട്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അപ്പോ അവിടെ ചെന്നിട്ട് ഒരാഴ്ച ഒരു 3-4 ദിവസം നമ്മൾ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ ഭാരത് ദർശൻ ഇല്ലേ, അത് എല്ലാവർക്കും ഉണ്ടോ? അത് IAS മാത്രമേ ഉള്ളൂ? ഇല്ല, എല്ലാവർക്കും ഉണ്ട്. പിന്നെ IASന്റെ ഡ്യൂറേഷൻ കൂടുതലാണ്. ഇപ്പൊ ഭാരത് ദർശൻ 45 ദിവസമാണ് IAS ഓഫീസേഴ്സിന്. വെള്ളിയാഴ്ചയാണ് നമ്മൾ ഏറ്റവും ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ദിവസം. കാര്യം അന്ന് ഭയങ്കര ഡൈവേഴ്സ് ക്യുസീൻ ആയിരിക്കും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ. അപ്പം ഇപ്പൊ കേരളത്തിന്റെ ക്യുസീൻ ഡേ ആണ് ദ ബെസ്റ്റ് ഡേ. കാര്യം നമുക്കന്ന് പാൽപ്പായസം ഉൾപ്പെടെ എല്ലാ ഇതും കിട്ടും. അത് ഓർഗനൈസ് ചെയ്യേണ്ടത് നമ്മളാണ്. എന്നെ ഹസ്ബൻഡ് കളിയാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പണ്ടേത് രാജ കുടുംബത്തിലുള്ളതായിരുന്നു. കാര്യം എനിക്ക് വെള്ളം എടുക്കണമെങ്കിൽ ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുതരും. ഇങ്ങനെ ഞാൻ ഒന്നും ഇങ്ങനെ ചെയ്യില്ല. ഞാൻ അവിടെ ഇങ്ങനെ ആജ്ഞാപിക്കുകയാണ്. നമ്മുടെ ബാച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 29-30 പേരുണ്ടായിരുന്നു. അതില് 9 പേരാണ് മലയാളികൾ. ബാക്കി എല്ലാവരും പോയി, 20 പേരും പോയി. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സിംഹഭാഗം ആൾക്കാരും പോയി. ദാറ്റ് വാസ് ലൈക്ക് വെരി ഹാർഡ്. ഞാനൊരു 3 ദിവസം അടുപ്പിച്ച് കരഞ്ഞു. അക്കാഡമി നമുക്ക് സാരി തരും. അപ്പോൾ എല്ലാ സെറമോണിയൽസിനും ആ സാരി വെയർ ചെയ്യണം എന്നാണ്. പിന്നെ മെൻ ഹാസ് ടു വെയർ ബാൻഗാല. അപ്പം അവരും അന്ന് ഭയങ്കര സ്യൂട്ടപ്പ് ആയിരിക്കും. എന്നോട് മോക്കിൽ തന്നെ ചോദിച്ചു, ഇങ്ങനെ ആരും മോക്കിൽ ഇരുന്നപ്പം യു ഹാവ് കെപ്റ്റ് ഫോറിൻ സർവീസ് ആസ് യുവർ ഫസ്റ്റ് പ്രിഫറൻസ്, ഹൗ യു ഗോയിങ് ടു മാനേജ് യുവർ ഫാമിലി ലൈഫ്. നമ്മുടെ മനസ്സിലതിന് താൻ തന്റെ വീട്ടിലേക്ക്